യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. 3-4 ദിവസം ഈ ഒരു ചാനലിൽ വീഡിയോസ് ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായി പോയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒടുവിൽ നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ച ആ സന്തോഷകരമായ മാറ്റം ഈ വ്യക്തിയിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, അതുപോലെ നിങ്ങളുടെ പേഴ്സൺ മുഴുവനായിട്ടും മാറണം, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. സോ പോസിറ്റീവായിട്ട് കാണുക. അപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. ഈ പേഴ്സണ് നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന തിരിച്ചറിവുകൾ. ഒന്നാമത്തെ കാര്യം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് എനർജീസ് വരും. സോ റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തോളൂ. ഓക്കെ, പോസിറ്റീവായിട്ട് കേൾക്കുന്ന മാക്സിമം നമ്മുടെ റീഡിങ്സ് ഒക്കെ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയും. എല്ലാ റീഡിങ്സിലും പറയില്ല, നമ്മുടെ അന്നേരത്തെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. ഓരോരോ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജി, അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ തിരിച്ചറിവിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് മുഴുവൻ കാണിക്കാൻ പറ്റില്ല. സ്പിരിച്വൽ ജേർണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്പിരിച്വൽ ജേർണി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ സ്പിരിച്വൽ ജേർണിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് അതെല്ലാ മനുഷ്യർക്കും, ഒന്നാമത്തെ കാര്യം എല്ലാ വ്യക്തികൾക്കും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത്. ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു 10-20 പേർക്കേ അത് വരത്തുള്ളൂ. അത് ആ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള എനർജി നമ്മളുടെ സോളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കും. ഇപ്പൊ ആ 100 പേരിൽ ഒരു 20 പേർക്ക് പക്ഷെ ആ 20 പേരും മനസ്സിലാക്കണമെന്നില്ല. വീണ്ടും അവരുടെ സ്വന്തം കർമ്മങ്ങളിലേക്ക്, അല്ലെങ്കിൽ മോശപ്പെട്ട കർമ്മങ്ങളിലേക്കോ പാപങ്ങളിലേക്കോ വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ ആ 20 പേരിൽ ഒരു 5-10 പേര് മാത്രമേ സ്പിരിച്വൽ ജേർണിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിച്ച് തുടങ്ങുകയുള്ളൂ. അതൊരു ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ചില ആൾക്കാർക്ക് സ്പിരിച്വൽ ജേർണിയുടെ ആവശ്യമൊന്നും വരില്ല. അവർ ഓൾറെഡി അവരുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ഹാപ്പി ആയിരിക്കും. പക്ഷെ കുറെ ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ല. കുറെ ആൾക്കാർക്ക് ദാമ്പത്യ ജീവിതം തകരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഔട്ട് ആവുമ്പോഴായിരിക്കും സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുന്നത്. വേണ്ടപ്പെട്ട ആൾക്കാർ വിട്ടു പോവുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തകർച്ച, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തി, അങ്ങനത്തെ ജീവിതത്തിന്റെ താഴ്ചകളിലേക്ക് പോകുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർ ഒരു ആത്മീയപരമായിട്ടുള്ള പാതയിലേക്ക് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പേഴ്സണ് സ്പിരിച്വൽ ജേർണിയിലേക്ക് ആണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ആത്മീയ പാതയിലാണ് എന്നുള്ളൊരു റിയാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ്, കാരണം ആക്ച്വലി സ്പിരിച്വൽ പരമായിട്ടുള്ള സ്പിരിച്വൽ എനർജീസ്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് ഈ പേഴ്സണെ ഗൈഡ് ചെയ്യാനും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പേഴ്സൺ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു സ്പിരിച്വൽ പാതയിലാണ്, ആത്മീയപരമായിട്ടുള്ള പാതയിലാണ്, ഞാനിപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ തോതിലെങ്കിലും ഈ വ്യക്തിയിലേക്ക് ആ ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നു. അത് ഇൻഡ്യൂഷൻസ് പവർഫുൾ ആകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തോന്നിക്കുന്നതായിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നിക്കുന്നതായിരിക്കും. ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്
ആണോ അത് കൂടുതലും ആത്മീയപരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ സ്വന്തമായിട്ട് മനസ്സിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ പേഴ്സൺ ഫോളോ ചെയ്യുന്നു. ഈ ഒരു എനർജിയാണ് ഈ പേഴ്സണിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളും അടയാളങ്ങളും അനുഭവങ്ങളും ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ള കാര്യം. വൺ റിംഗ് സർക്കസ് ആണ്. അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി തന്നെ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പേഴ്സൺ തന്നെയായിരിക്കാം ജോലിക്ക് പോകുന്നത്. ഈ പേഴ്സൺ ഒറ്റക്കായിരിക്കാം കുടുംബം നോക്കുന്നത്. ഇപ്പൊ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടാകാം, ഒരുപാട് ആൾക്കാരുണ്ടാകാം, പക്ഷെ അവരെല്ലാം നോക്കേണ്ടത് ഈ പേഴ്സൺ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു കർമ്മമായിട്ട് നിലകൊള്ളുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ എപ്പോഴും ദിനം പ്രതിയുള്ള ജീവിതത്തെ പഴിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇതെന്റെ വിധിയാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ നോക്കണം, അല്ലെങ്കിൽ ഇപ്പൊ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ വീട്ടണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. അപ്പം അത് ഈ പേഴ്സൺ ആ ഒരു വിഷമത്തിലൂടെയാണ് ഈ പേഴ്സൺ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ ആത്മീയപരമായിട്ടുള്ള എനർജിയിലേക്ക് വന്നിട്ടുള്ളത്. പ്ലസ് നിങ്ങളായിട്ടുള്ള കണക്ഷനിലൂടെയും കൂടിയാണ് ഈ പേഴ്സൺ അത്തരം ഒരു മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ പേഴ്സന്റെ പൊതുവേ ഉള്ള ഒരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ വൺ റിംഗ് സർക്കസ് ആണ്, വൺ മാൻ ഷോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യത്തിലോ പല കാര്യത്തില് ഒരു വ്യക്തി മാത്രം ഇരുന്നു കൊണ്ട് എല്ലാ കാര്യവും ചെയ്യുക. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ആ ഒരു സ്പിരിച്വൽ ജേണിയിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് ഈ വ്യക്തിയുടെ എനർജി നല്ല രീതിയിൽ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത്രത്തോളം വലിയ കാര്യങ്ങളല്ല എന്നുള്ള ചിന്തയിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മാനസികപരമായിട്ട് ശാരീരികമായിട്ടും ഒരുപാട് എനർജറ്റിക് ആയി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ പണ്ടെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ വിഷമം വരും, കരച്ചിൽ വരും, ഒറ്റപ്പെടൽ, ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഹീലാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനമായും കാണാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ ദ പാസ്റ്റ് ലൈഫ് എനർജീസ്, ദ സെൽഫ് ഡൗട്ട്, ഫീലിങ്സ് ഓഫ് ഇൻഅഡിക്വസി എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എപ്പോഴും കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതും ഈ പേഴ്സന്റെ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു സ്വന്തമായിട്ട് എന്താണ് തെറ്റുകുറ്റങ്ങൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ അതിലെന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താന്ന് വെച്ചാല് ഈ പേഴ്സണ് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരുപാട് നന്മകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അതിപ്പോ നിങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കാം, ഇപ്പൊ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ പേഴ്സന്റെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാ തലത്തിലും നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉത്സാഹം, അതായത് മറ്റുള്ളവരെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ പേഴ്സണെ മടുപ്പിക്കുക, ആ ഒരു ലെവല് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു എനർജിയിൽ നിന്നും ഒക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ആ ഒരു കാർഡ് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ കരിയർ ഹിസ്റ്ററി, ജോബ് ആൻഡ് വർക്ക് പാറ്റേൺസ് ആണ്. അതായത് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സാലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സേ ദാറ്റ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരുപാട് അവസരങ്ങൾ, ചിലപ്പോൾ പണ്ട് എപ്പോഴൊക്കെയോ ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ കഷ്ടപ്പെട്ട് നടന്നിട്ടുണ്ടാകാം. അത് ചിന്തിച്ചും അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചും ഒക്കെ നടന്നിട്ടുണ്ടാകാം. പക്ഷെ അതിന് സാധിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു അവസരം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം കൈവെള്ളയിൽ വന്നിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതിലെന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്, ആ ഒരു മാറ്റം ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെയും ആഗ്രഹമായിരിക്കാം ഈ പേഴ്സൺ നല്ലൊരു നിലയിലെത്തണം, നല്ലൊരു ജോലിയിലെത്തണം, വിദ്യാഭ്യാസം നേടണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ വീട് കെട്ടണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ പോലും ഈ പേഴ്സണെ ഒരുപാട് കാര്യങ്ങളിൽ
എന്താ പറയുക, നിർബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നായിരിക്കാം ജോലിയും വരുമാനം, സ്വന്തമായിട്ട് വീട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെയോ സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഇത്രയും കാലം ഒരു നെഗറ്റീവായിട്ടുള്ള പാറ്റേൺസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ വ്യക്തിയുടെ വീട്ടിൽ നിന്നും തന്നെ ഈ വ്യക്തിക്ക് ലോട്ട്സ് ഓഫ് നെഗറ്റീവ് എനർജിയാണ് വന്നുകൊണ്ടിരുന്നത്. എന്ന് വെച്ചിട്ട് വീട്ടുകാർ കൊള്ളില്ല, അങ്ങനെയല്ല. ചിലപ്പോൾ വീട്ടുകാർ കൊള്ളില്ലായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. ചിലപ്പോൾ അവര് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ വ്യക്തിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടാകാം. എല്ലാ കാര്യവും ഈ വ്യക്തി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല, അതിനുള്ള എനർജിയും ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു എന്താ പറയാ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു തീരുമാനം ഈ വ്യക്തി എടുത്തിട്ടുണ്ട്. അത് വേറെ സ്ഥലത്തേക്ക് താമസം മാറുന്നതോ, വേറെ സാഹചര്യത്തിലേക്ക് പോകുന്നതോ, വേറെ വ്യക്തികളുമായിട്ട് കണക്ഷൻ ചെയ്യുന്നതോ ആയിരിക്കാം. ഓക്കെ, അതായത് ഈ പേഴ്സൺ ജീവിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് സംതൃപ്തിയില്ല, ഒരു സ്വാതന്ത്ര്യമില്ല, കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഈ വ്യക്തിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കാര്യത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ വീട് വിട്ടിറങ്ങുന്നതും ആയിരിക്കാം, എന്ത് സിറ്റുവേഷൻ വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ജോലിയിൽ നിന്നും മാറുന്നതാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അത് ഈ പേഴ്സൺ ക്വിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫീൽഡ് ഓഫ് ഡ്രീംസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഡ്രീംസ് ആണ് ഇവിടെ ഇതായിട്ട് നിൽക്കുന്നത്. ഒരുപാട് ഡ്രീംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തി എന്താണ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പണ്ടും ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് കൂടുന്നത് കൊണ്ട് ഈ വ്യക്തിയുടെ ഒരു യഥാർത്ഥ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു കരിയർ പരമായിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ ആ ഒരു കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അതിലൂടെ തന്നെ ഈ പേഴ്സന്റെ സ്വപ്നങ്ങളാണ് അവിടെ പൂവണിയുന്നത്, അല്ലെങ്കിൽ ഓരോ സ്വപ്നങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി എടുക്കണം എന്നുള്ളൊരു നിലയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാർഡും നമുക്ക് മൊത്തമായിട്ട് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഫീൽഡ് ഓഫ് ഡ്രീംസ് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അവിടെ എന്താ പറയുക, ഒരു മുട്ടിടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു സ്വപ്നങ്ങളുടെ ആ ഒരു നിറവേറൽ, മനസ്സിലായോ? അത് മനസ്സിൽ ഇട്ടുകൊണ്ട് ഈ പേഴ്സൺ നടന്നിട്ടുണ്ടാകാം വർഷങ്ങളോളം, പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനെ പറ്റിയ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയെ തേടി പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഗോ ദ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇപ്പോ ഈ വ്യക്തിക്ക് വേഗതയേറിയ, അതായത് തന്റെ ടാർഗറ്റ് ആണ് ഏറ്റവും വലുത്, തൻ്റെ ലക്ഷ്യമാണ് ഏറ്റവും വലുത്, ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി ആയിരുന്നു ഈ പേഴ്സന്റെ എങ്കിൽ അത് ഫാസ്റ്റ് മൂവിങ് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. അതായത് എത്രയും പെട്ടെന്ന് ഈ പേഴ്സൺ എന്തിനാണ് ധൃതി പിടിക്കുന്നത്, നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് നിങ്ങൾ വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും കുറേ നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വ്യക്തിയിൽ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് മാറ്റങ്ങളിൽ ഒന്നായിരിക്കാം ഇപ്പൊ ഈ റീഡിങ്ങിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, കുറച്ചധികം ക്ലൂസ് ഇന്ന് നമുക്ക് വീണിട്ടുണ്ട്. ലെറ്റർ എ കിട്ടിയിട്ടുണ്ട്, ഇമ്മെച്ചുവേർഡ്. ഓക്കെ, മാർച്ച് മാസം 48 ദിവസം 15 ദിവസം കണ്ണൂർ ഡിസ്ട്രിക്ട് കാണിക്കുന്നുണ്ട്, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു, പഞ്ചാബ്. 1222 ഏഞ്ചൽ നമ്പർ ആണ്. 21-ാം തീയതി, 1-ാം തീയതി. ദെൻ ജലസ്, അസൂയ. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേറെ ആൾക്കാർക്ക് അസൂയ ഉണ്ടാകാം. ഇറ്റലി കിട്ടിയിട്ടുണ്ട്, പോളണ്ട്, നെതർലാൻഡ്സ് ആൻഡ് സ്പെയിൻ. ഓക്കെ, കുറച്ചധികം ക്ലൂസ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്, റാൻഡമായിട്ട് വീണതാണ്. സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥനയായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങളുടെ എനർജി ഉയർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. യാതൊരു കാരണവശാലും ഡൗൺവേർഡ് ആകേണ്ട ആവശ്യമില്ല. ഒരുപാട് വെള്ളം കുടിക്കുക, ഒരുപാട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത്, ഒരുപാട് വെള്ളം കുടിക്കുക.
ബിക്കോസ് അത് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.